ഹായ് ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വ്ളോഗ് ആയിട്ടാണ്. അപ്പോൾ അധികം സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞ് നിർത്താണ്. അപ്പോൾ അതിനുശേഷം ഞാൻ സ്ക്രീൻ റെക്കോർഡിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും നാൾ കുഴപ്പം ഉണ്ടായിരുന്നു. അത് ഞാൻ നേരിട്ട് അനുഭവിച്ച്. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഏത് ബാങ്ക് ആണെങ്കിലും നിങ്ങളുടെ ബാങ്കിൽ ഒരു ആപ്പിൽ, അപ്പോൾ ആ ആപ്പിൽ ഇത്രയും നാൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയാണ്, ഇത്രയും നാളിൽ നിങ്ങൾ ബാങ്കിൻ്റെ ആപ്പ്, കറക്റ്റായിട്ടുള്ള ബാങ്കിൻ്റെ ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ പറയുക, ചെറിയൊരു കുഴപ്പം ഉണ്ടാവാറുണ്ട്. അത് ഇങ്ങനെ തന്നെയാണ്. സർവീസ് ഡൗൺ ആണ്, സർവീസ് ഡൗൺ ആവും, വർക്ക് ചെയ്യാൻ പറ്റാണ്ടാവും. പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബാക്കപ്പ് ആവും, ഹോം പേജിലേക്ക് പോവില്ല. ആപ്പ് ഓപ്പൺ ആകുന്ന സമയത്ത് ആപ്പിൻ്റെ നെയിമൊക്കെ ആനിമേഷനൊക്കെ ചെയ്ത് കാണിക്കും, പക്ഷെ അതിന് ശേഷം അതിൻ്റെ ഹോം പേജിലേക്ക് പോവില്ല, പകരം ബാക്കപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫോണിൻ്റെ ഇഷ്യൂ, അതല്ലെങ്കിൽ റീസെറ്റ് ചെയ്താലൊന്നും അത് റെഡി ആവില്ല. കാരണം അത് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയൊരു സർവീസ് ആണ്. ചെറിയ സർവീസിൻ്റെ ഭാഗമായിട്ടാണ് അത്. ബാങ്കിൻ്റെ സർവർ ഭാഗം ചെറിയൊരു കുഴപ്പം വരുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ക്ഷമിക്കുക, ക്ഷമയോടെ ഇരുന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 48 അതല്ലെങ്കിൽ 100 ഹവേഴ്സ് കഴിഞ്ഞാൽ, 100 മാത്രമല്ല 500 ഹവേഴ്സ് മാക്സിമം, ഒരു മാസം അതല്ലെങ്കിൽ കുറച്ച് ടൈം വേണ്ടിവരും. കാരണം സർവീസ് ഓക്കെ ആവാനായിട്ട് ഒരു സമയം വേണ്ടി വരും. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കുക, ഇത്ര പറയാനുള്ളൂ. അപ്പോൾ അവരുടെ സർവീസിൻ്റെ കുഴപ്പമാണ്, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അതിനെ റീസെറ്റ് ചെയ്യാത്തത് കൊണ്ട് ഒന്നുമല്ല. അതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാനൊക്കെ ചെയ്ത് നോക്കി, വെറുതെ അത് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണ് ഒക്കെ ചീത്തയായി പോകും. കാരണം ഈ ഒരു ബാങ്കിൻ്റെ ആപ്പ്, അത് ബാങ്കിൽ നിന്ന് വരുന്ന സർവീസിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അത് ബാങ്കിൽ നിന്ന് വരുന്ന സംഭവത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അത് നിങ്ങൾ ബാങ്കായിട്ട് സംസാരിക്കുക, അതല്ലെങ്കിൽ ബാങ്കിൽ പോയി, അത് നേരിട്ട് ബാങ്കിൽ പോയി അവരായിട്ട് സംസാരിക്കുക.
തിരിച്ചെന്നിട്ട് അതല്ലെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു മാസം എടുക്കാതെ അല്ലെങ്കിൽ ദിവസങ്ങളെടുക്കും. കാരണം ഇത് ബാങ്കിൻ്റെ അവിടെ നിന്ന് വരുന്ന കുഴപ്പമാണ്. അപ്പോൾ അത് നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇതിൽ പറഞ്ഞുള്ളൂ. അപ്പോൾ ബാക്കി സ്ക്രീനിൽ ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ ഞാൻ നേരിട്ടത് എൻ്റെ ഇന്നലെ വരെ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ അങ്ങനൊരു കുഴപ്പം എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എൻ്റെ ബാങ്ക്. അപ്പോൾ അതിൽ ഒരു ആപ്പുണ്ട്, അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 തരമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് യോനോ SBI LIT. അത് നിങ്ങൾ യൂസ് ചെയ്യണം എന്നില്ല, വേണ്ടയോ അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ യോനോ SBI എന്ന് എഴുതിയിട്ടുള്ള ആപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉള്ള ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യോനോ SBI അടിക്കുക. അങ്ങനെ അടിക്കുമ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റായിട്ട് യോനോ SBI എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഇടുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് സംസാരിക്കുക. നിങ്ങളുടെ ബാങ്കിൽ അത് എവിടെയാണോ അവിടെ പോയിട്ട് സംസാരിക്കുക. എന്നാൽ ഈ കുഴപ്പം ഒക്കെ ഓക്കെ ആവുള്ളൂ, സോൾവ് ആവുള്ളൂ. അതല്ലെങ്കിൽ കസ്റ്റമർ കെയർ വിളിച്ച് സംസാരിക്കുക. ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു കുഴപ്പം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മൊബൈൽ ഫോണിൻ്റെ സംഭവം ആപ്പിൻ്റെ സംഭവം ഒന്ന് റീസെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാളാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ സോൾവ് ആകും. അതല്ലെങ്കിൽ നിങ്ങൾ ഇഷ്യൂസ് നേരിടുന്നത് നിങ്ങളുടെ ബാങ്കിലാണ്. അപ്പോൾ ബാങ്ക് ആയിട്ട് നിങ്ങൾ സംസാരിക്കുക, ബാങ്കിൽ പോയിട്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ കുഴപ്പം സോൾവ്ഡ് ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ ചിലപ്പോൾ അത് ഹവേഴ്സ് എടുക്കും, പിന്നെ കുറച്ച് സമയം എടുക്കും, അതല്ലെങ്കിൽ ദിവസം എടുക്കും, അതല്ലെങ്കിൽ മാസം എടുക്കും. എന്തായാലും സർവീസൊക്കെ ഓക്കെ ആവണമെങ്കിൽ ഇത്തിരി ടൈമൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുക, അപ്പോൾ ക്ഷമയോടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കിടക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ കഴിഞ്ഞു. എനിക്ക് കാണിക്കാനൊന്നുമില്ല. എൻ്റെ ഈ ഒരു കുഴപ്പം ഇന്ന് മുതലേ ഇത് സോൾവായി. ഇനി ചിലപ്പോൾ
ആ ഒരു ആപ്പ് എന്ത് ചെയ്യാം, ബാങ്കിൽ നിന്ന് ഇനിയും കുഴപ്പങ്ങൾ വരാണ്ടിരിക്കാം, എന്ത് വേണമെങ്കിൽ നടക്കാം. അപ്പോൾ കുറച്ച് സമയം, കുറച്ച് ഹവേഴ്സ്, അതല്ലെങ്കിൽ കുറച്ച് ദിവസം, അതല്ലെങ്കിൽ മാസം നിങ്ങൾ കാത്തിരിക്കുക, ക്ഷമിക്കുക. സർവീസ് ഓക്കെ സർവീസ് ഓക്കെ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക,